അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ചായക്കാരിയിൽ പോയി. ഞാനൊരു ചായ ലവറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ചായ ഇഷ്ടമാണ്. അങ്ങനെ അവിടെ തന്നെ ഞാൻ ചോദിച്ചു എന്താണ് സ്പെഷ്യൽ, ആദ്യമായിട്ട് ചെല്ലല്ലേ. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗീപ്പൊടി ഇഡലി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ വന്നു. പക്ഷേ നല്ല ചൂടിഡലി ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്ന ആ ഗീയുടെ അരോമ, ഓ മൈ ഗോഡ്, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മണമുള്ള നല്ല നെയ്യായിരുന്നു. പിന്നെ അത് സോഫ്റ്റൊക്കെ തന്നെയായിരുന്നു, ഇഡലി അത്യാവശ്യം സോഫ്റ്റൊക്കെ തന്നെയായിരുന്നു. അതും ഞാൻ ആ നെയ്യും ആ പൊടിയും എല്ലാം കൂടെ ചേർത്ത് അത് മാത്രം ഒന്ന് കഴിച്ചു നോക്കി. അത് കഴിഞ്ഞ് വൈറ്റ് ചട്നിയും ബാക്കിയുള്ള ചട്നീസ് കൂട്ടിയും കഴിച്ചു നോക്കി. വൈറ്റ് ചട്നിയൊക്കെ നോർമലാണ്, നമ്മുടെ സാധാ നമ്മളൊക്കെ വയ്ക്കണ പോലെ തന്നെ. മറ്റേതൊരു ടൊമാറ്റോ ചേർന്നിട്ടുള്ളൊരു ചട്നിയായിരുന്നു. പിന്നെ നമ്മുടെ മുളക് ഉടച്ചതുണ്ടല്ലോ അതായിരുന്നു. പിന്നെ കുറച്ച് കേസരി ഉണ്ടായിരുന്നു. കേസരി ഭയങ്കര സോഫ്റ്റായിരുന്നു, പക്ഷെ നല്ല മധുരമായിരുന്നു. പിന്നെ കേസരി മധുരമായിരിക്കും. പിന്നെ ഒരു ഫ്രൈഡ് മിൽക്ക് മേടിച്ചായിരുന്നേ. അവിടെ ഫ്രൈഡ് മിൽക്ക് എന്നാണ് ഇതിന് എഴുതി വെച്ചിരുന്നത്. സംഭവം എനിക്ക് തോന്നിയത് നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടല്ലോ, കസ്റ്റാർഡ് നല്ല കട്ടിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തതുപോലെ തോന്നിയ. എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 30 റുപ്പീസ് എന്തോ ആയിരുന്നു, അതിനുള്ള വോത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ പൊടിയിഡലി അടിപൊളിയായിരുന്നു, ഞാൻ നന്നായിട്ട് കഴിച്ചു. പിന്നെ ചായ പറയുമ്പം കുറച്ച് കടുപ്പം കുറച്ച് പറയണം. അവിടെ ഓൾറെഡി നല്ല കടുപ്പത്തിലാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ്.